+2 മാത്തമാറ്റിക്സിൻ്റെ 5th ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. +1 പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിനകത്ത് നമ്മൾ ലിമിറ്റിൻ്റെ കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനിഷനും വളരെ കുറച്ച് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സും പഠിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടിന്യൂറ്റിയുടെയും ഡിഫറൻഷ്യബിലിറ്റിയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റുകളും ഇവ തമ്മിലുള്ള റിലേഷൻസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുവരെയും ഫെമിലിയർ അല്ലാത്ത കുറച്ച് ഫങ്ഷൻസും അവയുടെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കുന്ന മെത്തേഡ്സും പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റിയാണ്. കണ്ടിന്യൂറ്റി പൂർണ്ണമായിട്ടുമില്ല, കണ്ടിന്യൂറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ് ഫസ്റ്റ് പാർട്ടിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. കണ്ടിന്യൂറ്റിയിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ എപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും. നമുക്കൊരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to 1 if x less than or equal to 0, 2 if x greater than 0. നമുക്ക് കൺസെപ്റ്റ് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷൻ രണ്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 1ഉം പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 2ഉമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 0യുടെ ലെഫ്റ്റിൽ 1 എന്നും കിട്ടും, റൈറ്റിൽ 2 എന്നും വരും. അപ്പോൾ ഈ രീതിയിലല്ലേ ഗ്രാഫ് വരുന്നത്? എന്താ ഈ ഗ്രാഫിനകത്ത് 2ൻ്റെ സ്ഥാനത്ത് ഒരു ഹോൾ കിടക്കുന്നത്? നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്രകാരം 0യിൽ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്, എത്രയല്ല 2 അല്ല. അതുകൊണ്ട് 1ൻ്റെ സ്ഥാനത്ത് കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2ൻ്റെ സ്ഥാനത്ത് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വേർഡിനകത്ത് നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ് ഒരു തുടർച്ച എന്നാണ് അതിൻ്റെ മീനിങ്. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന ടൈമിൽ നമുക്ക് തുടർച്ചയായിട്ട് അത് വരച്ചു പോകാൻ പറ്റും എന്ന് പറഞ്ഞ മീനിങ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പെൻസിലോ പേനയോ വെച്ച് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ എടുക്കാണ്ട് തന്നെ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്നാണ്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ ഫിക്സഡ് പോയിന്റ് ഇഫ് വി ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ അറൗണ്ട് ദാറ്റ് പോയിന്റ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് പെൻ ഫ്രം ദി പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. നമ്മൾ ഇവിടെ 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ 0യ്ക്ക് ചുറ്റും നമ്മൾ ഗ്രാഫിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പേന എടുത്ത് മാറ്റരുത്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ കൊടുത്തിരിക്കുന്ന 1ൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിൽ കൂടി വരും. ലൈനിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ നമ്മുടെ ആക്സിസിൽ എത്തിക്കഴിഞ്ഞാൽ, ആക്സിസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള പോർഷൻ ഇല്ല. അടുത്തതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 2 എന്ന് പറയുന്ന ലൈനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്താൽ മാത്രമേ മുകളിൽ കിടക്കുന്ന ലൈനിലേക്ക് കയറാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു കണ്ടിന്യൂറ്റി കാണാൻ പറ്റുന്നില്ല, നമുക്ക് തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ ഗ്രാഫിൽ നിന്ന് തന്നെ വ്യക്തമാണ് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. നമ്മളിപ്പോൾ ഗ്രാഫ് നോക്കിയിട്ടാണ് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞത്. നമുക്കിതിനെ ലിമിറ്റുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോയിന്റ് 0യാണ്. അതുകൊണ്ട് 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 0യിൽ ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, രണ്ടും ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാ സമയത്തും നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന പോയിന്റിൽ ബ്രേക്കിംഗ് പോയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ, എന്താ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മീനിങ്, ആ പോയിന്റിൽ വെച്ചിട്ട് ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട് എങ്കിൽ മാത്രം നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ലിമിറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി.
ഇനി അതൊരു ബ്രേക്കിംഗ് പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ മീനിങ് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ ലിമിറ്റ് ചെക്ക് ചെയ്താൽ മതി. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ +1 ടെക്സ്റ്റ് എടുത്ത് അതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലുള്ള ലിമിറ്റാണ്. അപ്പോൾ ആ ലിമിറ്റ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ 0 എന്ന് പറയുന്നത് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആണ്. കാരണം 0യിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. അതിൻ്റെ മീനിങ് ലെഫ്റ്റിലെ ഫംഗ്ഷൻ വേറെയാണ്, റൈറ്റിലെ ഫംഗ്ഷൻ മറ്റൊന്നാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ്, അതായത് 0യുടെ ലെഫ്റ്റിലുള്ള ലിമിറ്റാണ്. ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f(x). ലെഫ്റ്റിൽ എന്താ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. അതേപോലെ തന്നെ റൈറ്റിലെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് f(x). റൈറ്റിൽ ഫംഗ്ഷൻ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കിട്ടി ലിമിറ്റ് x ടെൻസ് ടു 0 f(x) ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന്. അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്ത സമയത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. തിരിച്ചു വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആകുമോ എന്ന്. നമ്മളിവിടെ കണ്ടു 0യിൽ കണ്ടിന്യൂസ് അല്ല, 0യിൽ ലിമിറ്റ് ഇല്ല. അപ്പോൾ 0യിൽ ലിമിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കണ്ടിന്യൂസ് ആണോ? അതിനുവേണ്ടി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. f(x) is equal to 1 if x not equal to 0, 2 if x equal to 0. ഇവിടെ എന്താ പ്രത്യേകത? 0 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പോയിന്റിലും 1 ആണ് ഫംഗ്ഷൻ വാല്യൂ. 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാത്രമേ 2 എന്ന് പറയുന്ന വാല്യൂ ഉള്ളൂ. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ വരും. അതായത് 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം 1 അല്ല, അതുകൊണ്ട് അവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തുള്ള ഫംഗ്ഷൻ വാല്യൂ 2 ആണ്, അത് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആണ്. ഇവിടെയും നമ്മൾ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ല, കാരണം ഇടയ്ക്ക് ഒരു ഹോൾ കിടപ്പുണ്ട്. അതിൻ്റെ മീനിങ് അവിടെ ഒരു ബ്രേക്കിംഗ് സംഭവിച്ചു എന്നാണ്. അതായത് ഗ്രാഫിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് അല്ല. അപ്പം ഈ സമയത്ത് നമുക്കൊന്ന് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് 0യുടെ ലിമിറ്റാണ്. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യുടെ ലെഫ്റ്റിലായാലും റൈറ്റിലായാലും ഫംഗ്ഷൻ വാല്യൂ 1 തന്നെയാണ്. 0യിലെ ഫംഗ്ഷൻ വാല്യൂ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 0യുടെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ലിമിറ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0 f(x). അത് എത്രയാണെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷേ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് അല്ലാത്ത കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ കണ്ടിന്യൂസ് ആകാത്തതിൻ്റെ കാരണം എന്താ? ആ 0യിലുള്ള ഫംഗ്ഷൻ വാല്യൂ 2 ആയതാണ് ഒരൊറ്റ റീസൺ ഇത് കണ്ടിന്യൂസ് ആവാതിരുന്നത്. ആ 2 കൂടി 1 ആയിരുന്നു എങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയി മാറിയേനെ. അതായത് ഇവിടെ ഫംഗ്ഷൻ വാല്യൂ f(0) എത്രയാണ്? 2 ആണ്. ആ f(0) 1 ആയിരുന്നു എങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയേനിരുന്നു. അപ്പം അതിൻ്റെ മീനിങ് എന്താ? ലിമിറ്റ് x ടെൻസ് 0 f(x) എത്രയാണോ അത് തന്നെ ഫംഗ്ഷൻ വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് 0 f(x) ഈക്വൽ ടു f(0) ആവണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം, ആ വാല്യൂ തന്നെ ഫംഗ്ഷനും കൂടി കിട്ടിയാൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും. അപ്പോൾ ഇതിനകത്ത് ആ 2 കൂടി 1 ആയി കഴിഞ്ഞാൽ ഗ്രാഫ് ഈ രീതിയിലല്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാം ഫംഗ്ഷൻ എന്താണ്? 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്താ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ? നമുക്കിപ്പോൾ 0 എന്ന് പറയുന്ന നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിലേ എടുത്തത്, നമുക്ക് ജനറൽ ആയിട്ടൊരു പോയിന്റിൽ പറയാം. ഇപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലിമിറ്റ് x ടെൻസ് c f(x) ഈക്വൽ ടു f(c) ആയിരിക്കണം. C എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. അങ്ങനെ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അതേ വാല്യൂ തന്നെ ഫംഗ്ഷൻ വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റിൻ്റെ ഡെഫിനിഷനാണ് സപ്പോസ് എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻ ഓൺ എ സബ്സെറ്റ് ഓഫ് ദി റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് സി ബി എ പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് നമ്മളൊരു പോയിന്റ് സി എടുത്താൽ ആ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആകണമെങ്കിൽ ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ലിമിറ്റ് x ടെൻസ് സി f(x) ഈക്വൽ ടു
എഫ് ഓഫ് സി. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയും. ആ സമയത്ത് സിക്ക് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അതായത് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന ഒരു പോയിന്റാണ് സി. If f is not continuous at C, then f is discontinuous at C and C is called a point of discontinuity. ഏതൊക്കെ ടൈമിലാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്? നമ്മൾ ലാസ്റ്റ് കണ്ട എക്സാമ്പിളിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ അല്ല. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി. അതായത് ഫംഗ്ഷൻ വാല്യൂ കൂടി ലിമിറ്റിന് ഈക്വൽ ആയിരുന്നു എങ്കിൽ അത് കണ്ടിന്യൂസ് ആയി മാറിയേനെ. അപ്പോൾ ആ ഫംഗ്ഷൻ വാല്യൂ ആണ് മാറി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് ആ ഫംഗ്ഷനെ കൂടി ആ ലിമിറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയി മാറും. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിക്ക് പറയുന്ന പേരാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. അതായത് ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് അതിനെ നമുക്ക് കണ്ടിന്യൂറ്റി ആക്കാൻ പറ്റും. എങ്ങനെ ആക്കാൻ പറ്റും? ആ ഫംഗ്ഷനെ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് ഒരു ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ആ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് മാറ്റി കണ്ടിന്യൂറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ടല്ലോ, അവിടെ എന്താ സംഭവിച്ചത്? ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോട്ട് ഈക്വൽ ആണ്. അതാണ് വേറൊരു ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ആ സമയത്ത് ആ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഫംഗ്ഷൻ വാല്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഡിസ്കണ്ടിന്യൂറ്റിക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടും. അതിനെയാണ് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്നറിയപ്പെടും. അതേപോലെ ഇനി ഒരു ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിയും കൂടെ ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പറഞ്ഞ ഫസ്റ്റ് കൈൻഡിൽ എന്താ പറഞ്ഞത്? അവിടെ ലെഫ്റ്റും റൈറ്റിനും ഒരു വാല്യൂ ഉണ്ട്, പക്ഷേ അത് ഈക്വൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കൈൻഡിൽ വരുമ്പോൾ പറയുന്നത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യാതെ വരും. അതായത് ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യാതെ വരുമെന്നല്ല, ചിലപ്പോൾ ഒരാളായിരിക്കും എക്സിസ്റ്റ് ചെയ്യാത്തത്, ചിലപ്പോൾ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യാതെ വരാം. ഇനി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ൽ എഫിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ 1ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ലിമിറ്റ് ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ അറ്റ് എ പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ ചെക്ക് ചെയ്യുക, രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ലിമിറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരൊറ്റ ലിമിറ്റ് ചെയ്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2x + 3. ഇനി നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് കൊടുക്കുന്നത്? ഡയറക്റ്റ് എക്സിന് ആ വാല്യൂ ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 2 × 1 + 3 എന്ന് വരും, ദാറ്റ് ഈസ് 5. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷനിൽ ഡയറക്റ്റ് എക്സിന് 1 കൊടുക്കുക. അപ്പോൾ അവിടെയും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2 + 3 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും സെയിം ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 എന്ന് പറയുന്ന പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണ്. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സാമിൻ വെദർ ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്ന് പറയുന്ന ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുക, ഫംഗ്ഷൻ വാല്യൂ ചെക്ക് ചെയ്യുക, ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെയും നമുക്ക് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ 0യിൽ ഒരൊറ്റ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0 x². അപ്പോൾ അവിടെ നിന്ന് ആൻസർ എന്ത് കിട്ടും? എക്സിന് 0 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അതും ഡയറക്റ്റ് 0 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. മോഡ് എക്സിന് 0യിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം.
അപ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാ? മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതല്ലേ മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ മോഡ് എക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 0യിൽ വെച്ചിട്ട് ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ലെഫ്റ്റിൽ ഫംഗ്ഷൻ മൈനസ് എക്സുമാണ്, റൈറ്റിൽ ഫംഗ്ഷൻ എക്സുമാണ്. അപ്പം ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതും 0യിലുള്ള കണ്ടിന്യൂറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 0 ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലിമിറ്റിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ലെഫ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0, ലെഫ്റ്റിൽ ഏതാ ഫംഗ്ഷൻ? മൈനസ് എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് എക്സ്. ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുകളിൽ 0 മൈനസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 0 മൈനസിൻ്റെ മീനിങ് ലെഫ്റ്റിലുള്ള വാല്യൂ എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. കൊടുക്കുന്ന വാല്യൂ എപ്പോഴും 0 തന്നെയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് എക്സ് നമുക്ക് അവിടെ നിന്ന് 0 എന്ന് കിട്ടും. അത് റൈറ്റിലെ ലിമിറ്റ് ഏതാ? ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0. റൈറ്റിൽ ഫംഗ്ഷൻ ഏതാണ്? എക്സ്. അവിടെയും നമ്മൾ 0 കൊടുക്കുമ്പോൾ ആൻസർ 0 കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 0യാണ്. അതിൻ്റെ മീനിങ് എന്താ? 0യിൽ ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൻ്റെ വാല്യൂ 0യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഫംഗ്ഷൻ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം. 0യിലുള്ള ഫംഗ്ഷൻ വാല്യൂ എത്രയാ? എഫ് ഓഫ് 0. 0യിൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 0യിൽ ഫംഗ്ഷൻ ഏതാ? എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് 0 കൊടുക്കുമ്പോൾ അവിടെയും എഫ് ഓഫ് 0 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റ് വാല്യൂയും ഫംഗ്ഷൻ വാല്യൂയും സെയിം ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3 if x not equal to 0, 1 if x equal to 0. Check the continuity at x equal to 0. 0യിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമുക്ക് ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും ഫംഗ്ഷൻ ഒരെണ്ണേ ഉള്ളൂ, എക്സ് ക്യൂ പ്ലസ് 3 മാത്രമേ ഉള്ളൂ ഫംഗ്ഷനായിട്ട്. 1 എന്താ പറഞ്ഞേക്കുന്നത്? 0യിലുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് 1 എന്ന് തന്നേക്കുന്നത്. അല്ലാണ്ട് 0യിൽ വെച്ച് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആവുന്നില്ല. ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ എക്സ് ക്യൂ പ്ലസ് 3. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് ക്യൂ പ്ലസ് 3. അവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് 3. ഇനി ഫംഗ്ഷൻ വാല്യൂ എന്താ? എഫ് ഓഫ് 0 എത്രയാണ് തന്നിട്ടുണ്ട്? എഫ് ഓഫ് 0 1 ആണ്. ഇവിടുന്ന് ലിമിറ്റ് ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ അല്ല. അപ്പം അതിൻ്റെ മീനിങ് എന്താ? എക്സ് ഈക്വൽ ടു 0 ഈസ് നോട്ട് എ കണ്ടിന്യൂറ്റി. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഒരു കണ്ടിന്യൂറ്റി അല്ല. Check the points where the constant function f of x equal to k is continuous. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ്സുകൾ കണ്ടുപിടിക്കണം. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എല്ലാ പോയിന്റ്സുകളും എഴുതണം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 0, 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോരോ പോയിന്റുകൾ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലായിട്ടൊരു പോയിന്റ് എടുക്കും. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു റിയൽ നമ്പർ എടുക്കുവാണ്. അപ്പോൾ സി എടുക്കുമ്പോൾ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും കണ്ടിന്യൂസ് എന്നുള്ള രീതിയിലൊരു റിസൾട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ് സി ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. നമ്മൾ സി എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് സി കെ ആണ്. എക്സ് വന്നാൽ സി കൊടുക്കണം. ഇതിനകത്ത് എക്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെ അതേപോലെ കിട്ടും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ. ഇനി എഫ് ഓഫ് സി എന്താ? എഫ് ഓഫ് സി എന്ന് പറഞ്ഞാലും ഫംഗ്ഷനകത്ത് എക്സ് ഉണ്ടെങ്കിൽ സി ആക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്ത് എക്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കെ അതേ കണക്ക് വരും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താ? സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സി ഏത് പോയിന്റാ? സിയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. കാരണം സിയെ നമ്മളൊരു ആർബിട്രറി റിയൽ നമ്പർ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താ? എല്ലാ റിയൽ നമ്പറിലും കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ റിയൽ നമ്പേഴ്സ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി റിയൽ നമ്പർ. എല്ലാ റിയൽ നമ്പറിലും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം.
ഇവിടെയും എന്താ, എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു റിയൽ നമ്പർ എടുക്കുക, എന്നിട്ട് അതിൽ എല്ലാ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ ലെറ്റ് സി ബി ആൻ ആർബിട്രറി റിയൽ നമ്പർ. നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് സി എക്സ്. അപ്പോൾ എക്സിന് സി കൊടുക്കുമ്പോൾ ആൻസർ എന്തെന്ന് കിട്ടും, സി എന്ന് കിട്ടും. എഫ് ഓഫ് സിയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതും എന്താണ്, സി ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വലായി. അതുകൊണ്ട് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, എല്ലാ റിയൽ നമ്പറിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റിൽ ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x - 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -3 ആൻഡ് എക്സ് ഈക്വൽ ടു 5. ഈ 3 പോയിന്റിലും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x² - 1 അറ്റ് എക്സ് ഈക്വൽ ടു 3. ഈ പ്രോബ്ലംസ് കൂടി കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് പൂർണ്ണമായും ക്ലിയറായി എന്നർത്ഥം. ഇനി ഇതിൻ്റെ വരും ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.